ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ചില മാസ്മരിക രംഗങ്ങൾ അടങ്ങുന്ന 5 സിനിമകളെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന മാസ്മരിക രംഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ ഇത്തരം സിനിമകളെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില രംഗങ്ങൾ സമ്മാനിക്കുന്ന നല്ല അടിപൊളി ചിത്രങ്ങളായിരിക്കും ഇത്. ഇത്തരം സിനിമകളെ ഞാൻ ദിവസവും പരിചയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമകളെ ഇനിയും പരിചയപ്പെടുത്തുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആ ജാക്ക് പോട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 1989 പുറത്തിറങ്ങിയ വൈൽഡ് ഓർക്കിഡ് എന്ന ചിത്രമാണിത്. കെയ്രി ഓട്ടിസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. അതിസുന്ദരിയായ എമിലി എന്നു പേരുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. എമിലിയുടെ അപാര സൗന്ദര്യം കൊണ്ടും അടിപൊളി കളികൾ കൊണ്ടും ഈ ചിത്രം നല്ല രീതിയിൽ തന്നെ കാണുവാനുണ്ട്. അതീവ സുന്ദരിയാണ് എമിലി. അവൾ തൻ്റെ കൂട്ടുകാരിയായ ക്ലൗഡിയയ്ക്കൊപ്പം ബ്രസീലിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ച് അവൾ ജെയിംസ് വീലർ എന്നു പേരുള്ള ഒരു കോടീശ്വരനെ കണ്ടുമുട്ടുന്നു. പിന്നീട് അവർ തമ്മിൽ നടത്തുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. നല്ല അടിപൊളി കളികളാണ് അവർ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ക്ലൗഡിയയുടെ സൗന്ദര്യം കൊണ്ടും പൂർണ്ണ പ്രദർശനം കൊണ്ടും ഈ ചിത്രത്തിലെ ഒരു രംഗം പോലും മിസ് ചെയ്യാൻ പാടില്ല. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ഹന്ന എന്നു പേരുള്ള ഒരു പെൺകുട്ടി പാർട്ടിയിൽ വെച്ച് നടത്തുന്ന ചില പരിപാടികളാണ്. അവളുടെ ഡാൻസ് കണ്ട് ആവേശം കയറിയ കുറേ ചെറുപ്പക്കാർ അവളുടെ വസ്ത്രമെല്ലാം വലിച്ചു കീറുന്നു. പിന്നീട് നടന്ന ഒന്നും ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവളും ആ കോടീശ്വരനുമായിട്ട് ചില പരിപാടികൾ നടത്തുന്ന രംഗങ്ങളും ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലൗഡിയയും ഒട്ടും മോശക്കാരിയല്ല. അവളുടെയും ചില അടിപൊളി രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അന്യ സാർട്ടറും ഈ ചിത്രത്തിലെ ഹോട്ടൽ മുറിയിലെ ഒരു രംഗത്തിൽ പൂർണ്ണ പ്രദർശനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഹീറോയിൻ എമിലി, അവളുടെ രംഗങ്ങളാണ് ഈ ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ്. സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവളുടെ സൗന്ദര്യം എന്തോരമുണ്ടെന്ന്. പിന്നെ അപ്പോൾ അവളുടെ പൂർണ്ണ പ്രദർശനം കൂടിയാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതെ, അതാണ് ഈ ചിത്രത്തിനെ ഞാൻ നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു R-rated ചിത്രമാണ്. മാത്രമല്ല ഈ ചിത്രത്തിലെ രംഗങ്ങൾക്കും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതേപോലത്തെ മാരക ആവേശകരമായ രംഗങ്ങളാണ് അവർ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു റൊമാൻസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ കെയ്രി ഓട്ടിസിനെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തൻ്റെ ഫേവറേറ്റ് കളക്ഷനിലോട്ട് ഈ ചിത്രം ഉറപ്പായും സൂക്ഷിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 1988 റിലീസായ ടു മൂൺ ജംഗ്ഷൻ എന്ന ചിത്രമാണിത്. ഷെർലിൻ ഫിൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. ഏപ്രിൽ എന്നൊരു കഥാപാത്രത്തിനെയാണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അതീവ സുന്ദരിയാണ് ഏപ്രിൽ. അവൾ ജനിച്ചത് രാഷ്ട്രീയപരമായി പ്രാധാന്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു. വിദേശത്തുള്ള പഠനശേഷം തൻ്റെ കല്യാണക്കാര്യത്തിനായി അവൾ
തൻ്റെ വീട്ടിലോട്ട് മടങ്ങിയെത്തുന്നു. അങ്ങനെ ഏപ്രിലിൻ്റെ വിവാഹം ചാഡ് എന്നു പേരുള്ള ഒരാളുമായി നടത്തുവാൻ വീട്ടുകാർ തീരുമാനിക്കുന്നു. ചാഡും രാഷ്ട്രീയപരമായി പ്രാധാന്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം കൊണ്ട് ആ രണ്ട് കുടുംബക്കാർക്കും പല നേട്ടങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം വളരെ സന്തോഷകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏപ്രിൽ അങ്ങനെ ഒരു ദിവസം ഒരു കാർണിവലിൽ പോകുന്നു. അവിടെ വെച്ച് അവൾ പെറി എന്നു പേരുള്ള ഒരു സർക്കസുകാരനെ കണ്ടുമുട്ടുന്നു. കണ്ട കാഴ്ചയിൽ തന്നെ അവർ രണ്ടുപേരും പ്രണയത്തിലാവുന്നു. അങ്ങനെ പ്രണയത്തിലായ ആ രണ്ട് ഇണക്കുരുവികളും നല്ല രീതിയിൽ പരിപാടികളും നടത്തുന്നു. ആ പരിപാടികളെല്ലാം തന്നെ ഈ ചിത്രത്തിൽ തുറന്നു കാണിക്കുന്നുണ്ട്, യാതൊരു മറയുമില്ലാതെ. ഏപ്രിലിൻ്റെ പൂർണ്ണ പ്രദർശനവും ത്രസിപ്പിക്കുന്ന പല കാഴ്ചകളും ഈ ചിത്രം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. അതീവ സുന്ദരിയായ ഏപ്രിലിൻ്റെ ആ രംഗങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകർ നല്ല രീതിയിൽ ആവേശഭരിതരാകുമെന്ന് തീർച്ച. ഏപ്രിലിൻ്റെ മാത്രമല്ല, ഏപ്രിലിൻ്റെ ഒരു കൂട്ടുകാരിയായ പാറ്റി ജീനിൻ്റെയും ചില മാസ്മരിക പ്രകടനങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നു. ഇതൊരു R-rated ചിത്രമാണ്. അതുമാത്രമല്ല, ഈ ചിത്രത്തിലെ രംഗങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കേണ്ടി വരും. അത്രയുമുണ്ട് ഈ സിനിമയിലെ കാഴ്ചകൾ. ഇതും ഒരു റൊമാൻസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണ്. മാത്രമല്ല, ഏപ്രിലിൻ്റെ ഒരു മറയുമില്ലാത്ത ചില കളികൾ കൊണ്ടും ഈ ചിത്രം ഇത് കാണുന്നവരുടെ മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് പോകുമെന്ന് തീർച്ച. ഇത്തരം കിടുപ്പഴങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ 2ാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 1993 റിലീസായ ബോക്സിംഗ് ഹെലീന എന്ന ചിത്രമാണിത്. ഷെറിലിൻ ഫിൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. ഹെലീന എന്നൊരു സുന്ദരിയുടെ കഥാപാത്രമാണ് അവൾ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ നിക്ക് എന്ന പേരുള്ള ഒരാൾ അവളെ പ്രണയിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ പരിപാടികളും നടത്തുന്നു. അതിനുശേഷം ഹെലീന അയാളെ തേച്ചിട്ടു പോകുന്നു. പക്ഷേ ആ തേപ്പ് ഡോക്ടർ നിക്കിന് താങ്ങുവാൻ സാധിച്ചില്ല. അയാൾ പ്രതികാരം ചെയ്യുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രതികാരദാഹിയായ നിക്ക് അവളുടെ കൈകാലുകൾ മുറിച്ച് അവളെ അയാളുടെ വസതിയിൽ തടങ്കിൽ പാർപ്പിക്കുന്നു. അങ്ങനെയൊരു അത്യുഗ്രൻ കഥ പറയുന്ന ചിത്രമാണിത്. ഈ ചിത്രത്തിൽ ഹെലീനയുടെ പൂർണ്ണ പ്രദർശനവും നല്ല അടിപൊളി പരിപാടികളും കാണിക്കുന്നുണ്ട്. ഹെലീനയുടെ മാത്രമല്ല, നിക്കോളറ്റി സ്കോർസിയുടെ ഒരു അത്യുഗ്രൻ പെർഫോമൻസും ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നു. ചൈന എന്നൊരു കഥാപാത്രത്തിനെ ആണവൾ അവതരിപ്പിക്കുന്നത്. ആ പെർഫോമൻസാണ് ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട സീൻ. അവളുടെ മാത്രമല്ല, മെഗ് റെജിസ്റ്റർ, ബെറ്റ്സി ക്ലാർക്ക് എന്നിവരുടെയും അത്യുഗ്രൻ പെർഫോമൻസുകൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നു. എല്ലാം നല്ല അടിപൊളി സീനുകളാണ്. ഈ സീനിലെ നായകന്മാരെല്ലാം ഡോക്ടർ നിക്ക് തന്നെ. സുന്ദരിയായ ഹെലീനയുടെയും അടിപൊളി രംഗങ്ങൾ പൂർണ്ണമായും ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത്യുഗ്രൻ ആവേശകരമായ രംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു അടിപൊളി ചിത്രമാണിത്. ഇതൊരു മിസ്റ്ററി കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ആകാംക്ഷഭരിതരാക്കുന്ന നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തുന്നു. സുന്ദരിമാരായ താരറാണിമാരുടെ അടിപൊളി പെർഫോമൻസ് കാരണം ഈ ചിത്രവും നിങ്ങളുടെ ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുമെന്ന് തീർച്ച.
നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി UK ചിത്രത്തിനെയാണ്. 1992 പുറത്തിറങ്ങിയ ബിറ്റർ മൂൺ എന്ന ചിത്രമാണിത്. ഇമ്മാനുവൽ സീഗർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. ഇമ്മാനുവലി മാത്രമല്ല, ക്രിസ്റ്റ്യൻ സ്കോട്ടും നല്ല അടിപൊളി പെർഫോമൻസ് തന്നെ ഈ ചിത്രത്തിൽ കാഴ്ചവെക്കുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത് ഇമ്മാനുവലിയുടെ കാഴ്ച തന്നെയാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. ദമ്പതിമാരായ ഫിയോണയും നീഗിളും ഇന്ത്യയിലോട്ടുള്ള ഒരു കപ്പൽ യാത്രയിലായിരുന്നു. ആ യാത്രയിൽ ഷിപ്പിലെ ബാറിൽ വെച്ച് നിഖിൽ മിമി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ കാണുവാനിടയാകുന്നു. കണ്ട മാത്രയിൽ തന്നെ പ്രണയം പൂത്തുലഞ്ഞെങ്കിലും സംസാരത്തിനിടയിൽ അവന് മനസ്സിലാകുന്നു മിമി വിവാഹിതയാണെന്ന്. മിമിയുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ടെന്നും ഇപ്പോൾ ചലനശേഷിയൊന്നുമില്ലാതെ കിടക്കുകയാണെന്നും അവൻ മനസ്സിലാക്കുന്നു. അവളുടെ കഥയെല്ലാം കേട്ടപ്പോൾ നിഖിലിന് മിമിയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു. അങ്ങനെ ആ ഇഷ്ടം പതിയെ നല്ല അടിപൊളി പരിപാടികളിലേക്ക് കടക്കുന്നു. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു മെയിൻ ഹൈലൈറ്റ് മിമി പാല് കൊണ്ട് നടത്തുന്ന ചില പരിപാടികളാണ്. അതുമാത്രമല്ല, കോസ്പ്ലേയ്ക്കും മിമി നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആവേശഭരിതരാകാനുള്ള കാഴ്ച മിമി ഈ ചിത്രത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. അത്യുഗ്രൻ ആകാരവടിവും മേനി വഴക്കവുമുള്ള ഒരു അപാര സുന്ദരിയാണ് മിമി. അവളുടെ ഒരു പ്രത്യേകതരം ഡാൻസും ഈ ചിത്രത്തിൽ അവൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതൊരു R റേറ്റഡ് ചിത്രമാണ്. മാത്രമല്ല, ഈ ചിത്രത്തിലെ കാഴ്ചകൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. അത്തരം അടാര കാഴ്ചകളാണ് അവർ ഈ ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത്. മിമിയുടെ പരിപാടി ഇതൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. അതെല്ലാം നിങ്ങൾ ചിത്രം കണ്ട് തന്നെ ആസ്വദിക്കൂ. ഇതൊരു റൊമാൻസ് ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിമിയുടെ അടിപൊളി പെർഫോമൻസ് അതാണ് ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് പോകുമെന്ന് തീർച്ച. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ 2ാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ 5ാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 1994 പുറത്തിറങ്ങിയ ദ ലാസ്റ്റ് സെഡക്ഷൻ എന്ന ചിത്രമാണിത്. ലിൻഡ ഫിറോറിൻഡോ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ബ്രിഡ്ജറ്റ് എന്നൊരു കഥാപാത്രത്തിനെയാണ് ലിൻഡ അവതരിപ്പിക്കുന്നത്. അതീവ സുന്ദരിയായിരുന്നു ബ്രിഡ്ജറ്റ്. അവൾ ഒരു ഡോക്ടറിനോട് വിവാഹിതയായിരുന്നു. ക്ലേ എന്നാണ് അയാളുടെ പേര്. ബ്രിഡ്ജറ്റ് തൻ്റെ ഭർത്താവായ ക്ലേയെ മയക്കുമരുന്ന് വിൽക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ 2 പേരും വലിയൊരു കടക്കണിയിലായിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടുവാനാണ് അവൾ തൻ്റെ ഭർത്താവായ ക്ലേയെ കൊണ്ട് മയക്കുമരുന്ന് വിൽപ്പിക്കുന്നത്. അങ്ങനെ ആ വിറ്റ് കിട്ടിയ പൈസയുമായി ക്ലേ തൻ്റെ വീട്ടിലോട്ട് മടങ്ങി വരുന്നു. അന്ന് രാത്രി അവർ സന്തോഷിച്ച് നല്ല രീതിയിൽ പരിപാടികളെല്ലാം നടത്തിയ ശേഷം കിടന്നുറങ്ങുന്നു. എന്നാൽ പിറ്റേ ദിവസം ബ്രിഡ്ജറ്റ് ആ പണവുമായി കടന്നു കളയുന്നു. എല്ലാം നഷ്ടപ്പെട്ട ക്ലേ അവിടെ കിടന്നു മോങ്ങുന്നു. പണം കടം മേടിച്ചവർക്ക് തിരികെ കൊടുക്കുവാൻ ഇല്ലാത്തതിനാൽ ക്ലേ വളരെയധികം കഷ്ടപ്പെടുന്നു. അങ്ങനെ ബ്രിഡ്ജറ്റിനെ തപ്പി കണ്ടുപിടിക്കുവാനായി ക്ലേ ഒരു ഡിറ്റക്റ്റീവിനെ അങ്ങോട്ട് അയക്കുന്നു. ഈ സമയം ക്ലേ അവിടെ നിന്നൊക്കെ മാറി വളരെ ദൂരത്തായിരുന്നു. ബ്രിഡ്ജറ്റ് അങ്ങനെ
ഒരു ലോക്കൽ ബാറിൽ വെച്ച് മൈക്ക് എന്നു പേരുള്ള ഒരു പയ്യനെ കണ്ടുമുട്ടുന്നു. ബ്രിഡ്ജറ്റിൻ്റെ അപാര സൗന്ദര്യത്തിൽ ആകൃഷ്ട ആയ അവനെ അവൾ വളച്ചെടുക്കുന്നു. അങ്ങനെ അവൾക്കൊരു കാമുകൻ സെറ്റാകുന്നു. അവർ രണ്ടുപേരുമുള്ള പരിപാടികൾ ആണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി കാഴ്ചകൾ അവർ രണ്ടുപേരും കൂടി ഈ ചിത്രത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. തന്നെ തപ്പി കണ്ടുപിടിക്കുവാനായി തൻ്റെ ഭർത്താവായ ക്ലേ ഒരു ഡിറ്റക്റ്റീവിനെ അയച്ച കാര്യം ബ്രിഡ്ജറ്റ് മനസ്സിലാക്കുന്നു. അങ്ങനെ തൻ്റെ ഭർത്താവിനെ കൊല്ലുവാൻ വേണ്ടി കാമുകനായ മൈക്കിനെ അവൾ സെറ്റാക്കുന്നു. അങ്ങനെ അടിപൊളി ത്രൈസിപ്പിക്കുന്ന രംഗങ്ങൾ ഉള്ള ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ബ്രിഡ്ജിൻ്റെ പല തരത്തിലുള്ള കളികളാണ്. അതെല്ലാം ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പ്രേക്ഷകർ മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. ഇതും ഒരു R-rated ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിരവധി കാഴ്ചകൾ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ബ്രിഡ്ജറ്റിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ക്രഷ് അടിക്കും. അപ്പോൾ പിന്നെ ബ്രിഡ്ജറ്റിൻ്റെ പരിപാടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതെ, അതൊക്കെ കൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങളുടെ ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുമെന്ന് തീർച്ച. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക്പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.